എല്ലാവർക്കും നമസ്കാരം ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് നടയിൽ സി ഓഫീസിൻ്റെ ഫ്രണ്ടിലുള്ള റോട്ടിലെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. റോട്ടിലെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നിറഞ്ഞുകൊണ്ട് തള്ളുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വൻതോതിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഹൈ പ്രഷറിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടനവധി ഉണ്ട് ഇതുപോലത്തെ കാണയുടെ മുകളിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും കാണാൻ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ തന്നെ ഇവിടെ സ്മെല്ലുണ്ട് ഈ വെള്ളത്തിന്. ഇത് കാണാൻ നിറഞ്ഞ് തള്ളി വന്നിട്ടുള്ള വെള്ളമാണ് നിറഞ്ഞ് കിടക്കുന്നത്. വല്ലാത്തൊരു അവസ്ഥയുണ്ട് ഇത്. ഇതിൽ വഴി യാത്രക്കാർക്ക് നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ കടക്കാരെല്ലാം വളരെ ദുരിതത്തിലുമാണ് ഇപ്പോൾ ഇവിടെ കടകളെല്ലാം വളരെ ശോചനീയ അവസ്ഥയിലാണ്. ഈ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം തന്നെയാണ് ഇവിടെ ഇങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടുള്ളത്. ഇത് മുനിസിപ്പാലിറ്റി ശ്രദ്ധയിൽപ്പെടാത്തതാണോ ഇതിൻ്റെ കാരണമെന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾ അവരെ അത് അറിയിക്കേണ്ടതാണ്. എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിലേക്ക് ഞാൻ ചെയ്യും. ഓക്കെ, എന്തായിരുന്നാലും ഇവിടുത്തെ വെള്ളത്തിന് വളരെ സ്മെല്ലുണ്ട് കാണാൻ നിറഞ്ഞു വരുന്നതിൻ്റെ പേരിൽ തന്നെ. ഇത് മുനിസിപ്പാലിറ്റി ശ്രദ്ധയിൽപ്പെടാത്തതിൻ്റെ പേരിലാണെന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഹൈവേയുടെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ ഒരു വെള്ളം ഇവിടേക്ക് വരുന്നതിന് സാധ്യതയുണ്ട്. കാരണം ഹൈവേയിൽ നിന്നും വെള്ളം കാണ വഴി പോകുന്നില്ല. അപ്പോൾ അതിന് പകരം മുമ്പ് നിലവിലുണ്ടായിരുന്ന കാണകളൊക്കെ പല സ്ഥലങ്ങളിലും ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാണ എവിടെയെങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു കാർ വരുന്നൊരു അവസ്ഥയാണ് കാണുന്നത്. വളരെ സ്ലോയിൽ വന്നിട്ട് വരും വെള്ളം കടയിലേക്ക് തെറിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. വഴിയാത്രക്കാർക്ക് നടന്നു പോകാൻ പറ്റാത്തതിൻ്റെ കാരണം വെള്ളത്തിന് വല്ലാത്ത സ്മെല്ലുണ്ട് ഇവിടെ. കാണ നിറഞ്ഞ് ഇതേപോലെ വരുന്നതിൻ്റെ പേരിലായിരിക്കുള്ളൂ വിവിധ ഭാഗങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന കാണ. അതിൻ്റെ പേരിൽ തന്നെ പല കച്ചറകളും ഈ വെള്ളത്തിലുണ്ട്. ഓക്കെ, വളരെ സ്മെല്ലാണ് കേട്ടോ, വളരെ സ്മെല്ലുണ്ട് ഇവിടെ. വൻതോതിലാണ് കാണയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതതിൻ്റെ പേര് മഴ മാറിയാൽ പോലും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വേണ്ടപ്പെട്ട അധികാരിയിലേക്ക് ഇത് പരമാവധി എത്തിക്കുക. ഇത് നമ്മുടെ ഹൈവേയുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഹൈവേയുടെ സർവീസ് റോഡിലുള്ള കാണയാണ് കാണുന്നത്. ഈ കാണയുടെ മുകളിലൂടെ വെള്ളം ഒഴുകി ഇരു സൈഡിലേക്കാണ് പോകുന്നത്. ഈ രണ്ട് സൈഡിലുമുള്ള സർവീസ് റോഡിൻ്റെ രണ്ട് ഭാഗത്തും ഇതേ അവസ്ഥ തന്നെയാണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാണയുടെ ഹോളാണ് ഈ കാണുന്നത്. ഇതിലുള്ള വെള്ളം കാണയിലേക്ക് എത്തുന്നില്ല. അതുപോലെ തന്നെ കാണയുടെ മൗത്ത് ഭാഗത്ത് വെള്ളം തള്ളുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് പകരം റോഡിൻ്റെ രണ്ട് സൈഡിലുള്ള പറമ്പുകളിലേക്കാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ആ മണ്ണ് ഒലിച്ച് ഇറങ്ങി കിടക്കുന്നതാണ് ഈ കാണുന്നത്. ഇപ്പോൾ സർവീസ് റോഡിൽ നിന്നും അതിൻ്റെ പടിഞ്ഞാറ് സൈഡിലൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഇത് നമ്മുടെ ചന്തപ്പരയിലൊരു അവസ്ഥയാണ് ഈ കാണുന്നത്. അതിൻ്റെ സൈഡുകളിലുള്ള വീടുകളിലേക്കാണ് ഈ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വെള്ളം എങ്ങോട്ടും കളയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഇതിനേക്കാൾ ദുരിതം അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. എങ്കിലും നമ്മളിപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഈ ചന്തപ്പരയുടെ ഈ ഒരു പടിഞ്ഞാറ് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ ഒരു അവസ്ഥ നമ്മൾ തന്നെ കണ്ടിട്ട് നമുക്ക് എല്ലാത്തൊരു വിഷമമാണ് തോന്നുന്നത്. ഇതിൻ്റെയൊക്കെ വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്തേക്കും കളയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. 4 ചുറ്റുമതിലിനും ബാക്കിലുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളമുള്ള പറമ്പുകളായിരിക്കുള്ളൂ. അവിടേക്കൊന്നും കാണാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായില്ല. മുമ്പ് നിലവിലുണ്ടായിരുന്ന കാണയിലേക്കാണ് ഈ വെള്ളമൊക്കെ പോയിരുന്നത്. ഇപ്പോൾ ഹൈവേയിൽ കാണ വന്നപ്പോൾ നല്ല ഹൈറ്റിലാണ് കാണാൻ നിൽക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെ കാണയിലേക്ക് വെള്ളം എത്തുന്നില്ല, കാണയിൽ നിന്ന് വെള്ളം പോകുന്നില്ല. അപ്പം ഒട്ടുമിക്ക വെള്ളക്കെട്ടുകൾക്ക് കാരണം നമ്മുടെ ഈ ഹൈവേയും കൂടി ഇതിൻ്റെ അകത്ത് 100% പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഞാൻ കുറച്ച് ദിവസമായി കാണയെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായിരുന്നാലും നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് നടയിലുള്ള സി ഓഫീസിൻ്റെ ഫ്രണ്ടിലുള്ള ഈ റോട്ടിലെ ഈ ഒരു അവസ്ഥ, ഈ കാണയിൽ നിന്നും വെള്ളം വൻതോതിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ മുനിസിപ്പാലിറ്റിക്ക് ഇത് പരിഹരിക്കാൻ കഴിയും. അപ്പോൾ വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് പരമാവധി എത്തിക്കുക. മഴ ഇല്ലാത്ത സമയത്ത് വരെയും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇവിടെ ഉള്ളത്. പരമാവധി ഷെയർ ചെയ്യുക. ഓക്കെ.